What's easy peasy guys. Still got എന്നെ പിടിക്കുന്നു റൊണാൾഡോ ഉണ്ടാകുമ്പോഴത്തേക്ക്
AK-47 boss. പേന എവിടെ വെച്ചു? പേന എവിടെ വെച്ചു? ഏത് പേന? അവിടെ തന്നെ ഉണ്ട്. പാത്തിരി വായിക്കവാ. മതി മതി. ഇംഗ്ലീഷ് വായിക്കും.
വായിക്ക് വായിക്ക് വാ ഇനി മതി മോനെ വായിക്ക് വായിക്ക് ആ ഇപ്പം വായിക്കാം ഒറ്റാമീനി ആ നീ അങ്ങോട്ട് പോരുത് കളിക്കാൻ പോരുത് വായിക്കാം ഒരു മിനിറ്റ് തരൂലേ ഒരു മിനിറ്റ് തന്നെ ഒരു മിനിറ്റ് കൂടി തരണം ഓക്കെ 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 ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ വാ എന്റെ ഒരു മിനിറ്റ് എത്ര നേരമായി വാ വാ ആ ഒരു മിനിറ്റ് അല്ല 2-3 മിനിറ്റ് തരൂല വായിക്ക് വാ വാ 3 മിനിറ്റ് ആയേ ഒരു മിനിറ്റ് തന്നെ വാ 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 അത് ആ പരിപാടി പറ്റൂല നീ കള്ളത്തരം പറഞ്ഞ് കഴിച്ചിലാവല്ലേ കള്ളത്തരം പറഞ്ഞ് കഴിച്ചിലാവല്ലേ വാ വാ വായിക്ക് വായിക്ക് അദ്വൈതേ വാ 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 അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗിരീഷേട്ടാ വിംബിക്കിട്ട് വായിച്ചല്ല ഇത് ചാപ്റ്റർ വായിച്ചാലേ ഉള്ളൂ ഇംഗ്ലീഷ് നല്ല കുട്ടിയല്ല ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കുക വാ ട്യൂഷൻ ടീച്ചർ വായിച്ചോട്ടെ എന്നാലും എന്നാലും ഒന്നുകൂടി വായിച്ചാൽ കുഴപ്പമില്ലേ മോനെ എന്നാ മാത്സ് എടുക്ക് ഇത് ഇങ്ങനെ പോയി കുത്തിരിക്കല്ലേ
ഉണ്ടാവും. ആരോപണങ്ങൾ കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്ന മനാഫിന്റെ മറുപടി യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റെന്ന് ഹിന്ദു അഭിമുഖത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിൽ PR ഏജൻസിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാണെന്ന പ്രതിപക്ഷ നേതാവ്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ആ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? കലാപാഹ്വാനത്തിന് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് DGPക്ക് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പരാതി. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ റിപ്പോർട്ട് തേടി ഗവർണർ. ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ മാധ്യമങ്ങളെ പഴിചാരി പ്രതിരോധം. കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് PR ഏജൻസികൾ രാജ്യവിരുദ്ധ ശക്തികളാണെന്ന് A. വിജയരാഘവൻ. മൗനം തുടർന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദുവിന്റെ ഖേദപ്രകടനത്തിൽ PR ഏജൻസിയെ കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കി പാർട്ടി മുഖപത്രം. കേസിനെതിരെ നിയമ നടപടി വേണമെന്ന് അയ്യപ്പൻ. കേസിന്റെ 75% ഓഹരികളും റിലയൻസ് റഷ്യൻ കമ്പനിക്ക്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദുവിനോട് സംസാരിച്ച റിലയൻസ് പ്രതിനിധി സുബ്രഹ്മണ്യൻ ഹരിപ്പാടമും CPM MLA GK ഉദയകുമാറിന്റെ മകൻ. മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് KT ജലീൽ. വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പായില്ല. PCCക്കും E. മോഹൻദാസിനുമെതിരായ ആരോപണങ്ങൾ അസംബന്ധം. പോലീസിൽ വർഗീയ താൽപര്യമുള്ളവരുണ്ടെന്നും ആരോപണം. അനുമതികളുടെ യോജിപ്പ് ADGPക്കെതിരായ പരാതിയിൽ മാത്രമെന്നും ജലീൽ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന PV അൻവർ MLA. എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തും. മതേതര സ്വഭാവമുള്ള പാർട്ടിക്ക് യുവാക്കളുടെ പിന്തുണ ലഭിക്കുമെന്ന് മുൻപ്. പാർട്ടിയെ ശക്തമായി എതിർക്കുമെന്ന് KT ജലീൽ. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം. മുഖ്യമന്ത്രി മറുപടി പറയുന്ന വിവാദ ചോദ്യങ്ങൾ തരം മാറ്റിയെന്ന് VD സതീശൻ. നക്ഷത്രത്തിന്റെ വിഴാത്തവയാക്കി മാറ്റിയത് ADGP RSS കൂടിക്കാഴ്ച. തൃശൂർ പൂരം കലക്ടർ തുടങ്ങിയവയിൽ നൽകിയ 49 നോട്ടീസുകൾ. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ച ഹിസ്ബുള്ളയും ഹൂതികളും ലെബനനിലെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയ ഹൂതികൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ വിലക്കി ഇസ്രായേൽ. ഇല്ലല്ലേ? പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മലയാളി പൈലറ്റിന് ദാരുണാന്ത്യം. മരിച്ച കൊല്ലം കുണ്ടറ സ്വദേശി ഗിരീഷ് പിള്ള. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. അപകടത്തിൽ മരിച്ചത് 3 പേർ. പ്രതിദിന വാർത്താവിഷ്കരണ പരിപാടി മെയ് നിർമ്മിച്ച്
ഹിന്ദു അഭിമുഖത്തിലെ PR വിവാദത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാണ്. PR ഏജൻസിക്കെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ എന്ന പ്രതിപക്ഷം ചോദിച്ചു. മാധ്യമങ്ങളെ പഴിച്ചാൽ പ്രതിരോധം തീർക്കുകയാണ് മന്ത്രിമാരും CPM നേതാക്കളും. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദേശീയ മാധ്യമങ്ങളിൽ വരുത്താൻ ഇടപെടൽ നടത്തിയത് റിലയൻസിന്റെ ഷെൽ കമ്പനി നിയന്ത്രിക്കുന്ന PR ഏജൻസിയാണെന്ന വിവരവും പുറത്തുവന്നു. അഭിമുഖം നടക്കുമ്പോൾ എല്ലാം നിയന്ത്രിച്ചത് റിലയൻസ് കമ്പനിയിലെ ജീവനക്കാരനായ മുൻ MLA TK ദേവകുമാറിന്റെ മകൻ ചുടൽമണ്ണിലായിരുന്നു എന്നും പുറത്തുവന്നു. സെപ്റ്റംബർ 21 രാവിലെ 9 മണിക്ക് ദില്ലിയിലെ കൊച്ചിൻ ഹോസ്റ്റലിൽ വെച്ചായിരുന്നു ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന PR കമ്പനി പ്രതിനിധികൾ എഴുതി നൽകിയതാണെന്ന ഹിന്ദുവിന്റെ വെളിപ്പെടുത്തലാണ് മുഖ്യമന്ത്രിയെയും CPM-നെയും പ്രതികൂട്ടിലാക്കുന്നത്. ഈ PR കമ്പനിക്ക് റിലയൻസുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേസർ എന്ന കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ വരാൻ നേരിട്ട് ഇടപെട്ടത്. കേസർ എന്ന കമ്പനിയുടെ 75% ഓഹരി റിലയൻസിന്റെ ഷെൽ കമ്പനിയായി അറിയപ്പെടുന്ന മേവറ്റ് എന്ന കമ്പനിയുടേതാണ്. 2023 ഈ ഓഹരി കൈമാറ്റം നടന്നത്. റിലയൻസിന് വേണ്ടി PR പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കമ്പനിയുടെ പ്രൊമോട്ടർമാരും ഫിലിപ്പ് ഖന്ന ഉൾപ്പെടെയുള്ളവർ BJP-യുമായി അടുപ്പമുള്ളവരാണ്. മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ ഫിലിപ്പ് ഖന്നയായി. റിലയൻസ് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യനായിരുന്നു രണ്ടാമത്തെയാൾ. ഇദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിലെ മുൻ CPM MLA ദേവകുമാറിന്റെ മകനാണ്. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ PR കമ്പനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് PV സതീശൻ ആവശ്യപ്പെട്ടു. വൈകിട്ട് പോയ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കൊടുക്കും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇന്റർവ്യൂ കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം അഡീഷണലായിട്ട് മുഖ്യമന്ത്രി പറയാതെയാണ് അറിയിച്ചു കൊടുത്തത്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ട്. PR കമ്പനികൾ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെന്നായിരുന്നു CPIM PV അംഗം A. വിജയരാഘവന്റെ പ്രതികരണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും റിലയൻസ് കമ്പനിയുമായി അടുപ്പമുള്ള PR ഏജൻസിയുടെ ഇടനില ആവശ്യമുണ്ടോ എന്നതാണ് ഇവിടെ പ്രിയനാഥ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഓഫർ ചെയ്ത് PR കമ്പനിയായ കേസിൽ ഹിന്ദു പത്രത്തെ മാത്രമല്ല ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇക്കണോമിക്സ് ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. അതിൽ അഭിമുഖം കിട്ടിയത് ഹിന്ദുവിനെ മാത്രമാണ്. ഈ പത്രങ്ങളിലെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരെയാണ് ഏജൻസി ബന്ധപ്പെട്ടത്. കോർപ്പറേറ്റ് കമ്പനിയായ റിലയൻസിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന പാർട്ടിയാണ് CPI. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് റിലയൻസ് കമ്പനിയുടെ പ്രതിനിധിയും റിലയൻസ് കമ്പനിയുടെ PR പ്രവർത്തനം നടത്തുന്ന കമ്പനികളും ഇടത്തിൽ നിന്നുവെന്നത് അതീവ ഗൗരവമായ വിഷയം തന്നെയാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രതിരോധത്തിലാക്കുകയാണ് PR വിഭാഗം. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അതോ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തോടൊപ്പം ഉള്ളവരുടെ ഇടപെടലാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ടർ PR സുനിൽ, ഇൻ റിപ്പോർട്ടർ ദില്ലി. ചോദ്യമാണ് PR കൂടി വിശദീകരണം കൊടുക്കുന്നത് പത്രവാർത്ത അത്ഭുതം പ്രസിദ്ധീകരിച്ച് 35 മണിക്കൂറിന് ശേഷമാണ് വളരെ ഗൗരവമേറിയത്. ഇതിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ സമയത്ത് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ദേശീയ മാധ്യമമായിരുന്നു ഈ അഭിമുഖത്തിലെ പ്രസിദ്ധ ഭാഗം BJP-ക്ക് ഗുണകരമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാവുന്നതാണ്. അപ്പോൾ ആ ഉദ്ദേശം നടന്നു കഴിഞ്ഞ് 35 മണിക്കൂർ ശേഷം വിശദീകരണം വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സേഫ്റ്റി മാർഗമായിട്ട് മാറും. പക്ഷെ അവരെ PR-ന്റെ സാന്നിധ്യം വീണ്ടും പ്രതിരോധിക്കുകയാണ്. PR ഇപ്പോൾ ഹിന്ദു ദിനപത്രം ഇന്നലെ നടത്തിയ കേരളത്തിൽ യഥാർത്ഥത്തിൽ വലിയ വെളിപ്പെടുത്തലാണ് അല്ലെ? ആ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? ഒരു PR ഏജൻസി, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൈസൽ എന്ന PR ഏജൻസിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഹിന്ദുവിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ വെളിപ്പെടുത്തൽ, ആ അഭിമുഖം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി നടന്നുകൊണ്ടിരിക്കുന്ന അഭിമുഖത്തെ സാക്ഷികളായി ഈ PR ഏജൻസിയിലെ 2 ഉദ്യോഗസ്ഥർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. മൂന്നാമത്തെ ഏറ്റവും അപകടകരമായ വെളിപ്പെടുത്തൽ, അത് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി എഴുതി ഈ PR ഉദ്യോഗസ്ഥർ നൽകി എന്നതാണ്.
അത് തെറ്റായൊരു ജേർണലിസം രീതിയായി പോയിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കേന്ദ്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ കാര്യത്തിൽ ഞാൻ ഇതുവരെ അവിശ്വസിക്കുന്നില്ല. ഒന്ന്, ഒരു ഏജൻസിയാണ് അവരെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടത് എന്നൊരു കള്ളക്കഥമെന്നെ എന്ന ഒരു ആവശ്യവും പത്രത്തിലില്ല. രണ്ട്, ഈ അഭിമുഖം നടക്കുമ്പോൾ അവിടെ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട 2 ആളുകൾ ഉണ്ടായിരുന്നു എന്നൊരു കള്ളക്കഥ പറയേണ്ട ആവശ്യവും ഇന്നുമില്ല. മൂന്ന്, ഈ പറഞ്ഞ ആളുകളാണ് എഴുതി തന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ പറയുന്നത്